അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉള്ള തിരുത്തൽ കടുപ്പിക്കാൻ CPM തയ്യാറെടുക്കുകയാണ്. വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം CPMൽ നേതൃമാറ്റത്തിനുള്ള സാധ്യതയാണ്. പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന സെക്രട്ടറി എന്നിവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടായേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അഴിച്ചുപണി ഉണ്ടാകും എന്നാണ് സൂചന. LDF കൺവീനർ സ്ഥാനത്തും മാറ്റത്തിന് ആലോചനയുണ്ട്. അടിമുടി പരിഷ്കരണം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. വിജിൻ വായനോട് വിവരങ്ങൾ നൽകും. വിജിൻ, അപ്പോൾ കേരളത്തിലെ തോൽവിയുമായി ബന്ധപ്പെട്ടൊരു തിരുത്തൽ നടപടിയാണ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത്തരമൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞതൊക്കെയുണ്ട്. മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആളുകളുടെ മാറ്റം മാത്രമല്ല, അപ്പോൾ അദ്ദേഹം തന്നെ അടിമുടി മാറണമെന്നാണ് പറയുന്നത്, അല്ലാതെ നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്നല്ല, അത് മാത്രമായിട്ട് കാണരുതെന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് തന്നെയാണോ, അതായത് ആളുകളെ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഒരു വലിയ അടിമുടി മാറ്റത്തിന് തന്നെ, ഒരു പരിഷ്കരണത്തിന് തന്നെയാണോ CPM തയ്യാറെടുക്കുന്നത്? എന്തായാലും ഒരു വലിയ പരിഷ്കരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനായിട്ടാണ് ഇങ്ങനെ ഒരു വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെ വർഗബഹുജന സംഘടനാ നേതാക്കൾ, അവരുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ അവരെ ഒക്കെ ചേർന്നുള്ളൊരു സംസ്ഥാന കമ്മിറ്റിയാണ് ചേരാൻ പോകുന്നത്. കോഴിക്കോട് സെപ്റ്റംബർ 13 മുതൽ 15 വരെയാണ് ആ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ ശക്തമായ മാറ്റത്തിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം, എന്നുള്ള റിപ്പോർട്ട് തന്നെ അത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം അത് അതേപടി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ആ റിപ്പോർട്ടിൽ അതിശക്തമായ വിമർശനം മുതിർന്ന നേതാക്കൾക്ക് നേരെ തന്നെ ഉയർത്തിയിരുന്നു. അതെല്ലാം സംസ്ഥാന കമ്മിറ്റി നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആ കേന്ദ്ര റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നിലവിൽ ചേരാൻ പോകുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുക. അതിൽ ഒരുപക്ഷെ പ്രധാനമായും മാറ്റം വരാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ സജീവമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സെൻട്രൽ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ, CPMന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കാൻ കഴിയുന്ന ആളുകളെ അങ്ങനെ സെൻട്രലിലേക്ക് കൊണ്ടുവരണം, തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ CPM സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ചില മാറ്റങ്ങളുണ്ടാകും. സാധാരണ CPMന്റെ രീതി, അത് ഭരണഘടനാപരമായി CPM കൈക്കൊള്ളുന്ന രീതി എന്ന് പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിലാണ് സാധാരണ സെക്രട്ടറിയെയും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാന കമ്മിറ്റിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തതും സംസ്ഥാന സമ്മേളനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു മാറ്റം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നലെ MV ഗോവിന്ദനും നേരത്തെ നേതാക്കളുമൊക്കെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ അസാധാരണമായ ഒരു തിരുത്തൽ നടപടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ ഉള്ള ഒരു തിരുത്തലിന് വേണ്ടിയിട്ടല്ല സംസ്ഥാന സമിതി വിശാലമായി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ വിശാല സംസ്ഥാന സമിതി യോഗം അത് ഈ അടുത്ത കാലത്തൊന്നും ചേർന്നിട്ടുള്ളത്, സാധാരണ പ്ലീനമൊക്കെയാണ് വിളിച്ചു ചേർക്കുന്നത്. അത് തിരുത്തൽ നടപടികൾക്കും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ മാറ്റങ്ങളിലേക്ക് കടക്കാനും ഒക്കെയാണ് അത്തരത്തിൽ പ്ലീനം വിളിക്കാറ് സമ്മേളനത്തിന് പുറമെ. പക്ഷേ ഇത്തവണ പ്ലീനത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ വിശാല സംസ്ഥാന സമിതി ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഉരുത്തിരിയുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തിരുത്തൽ എന്നുള്ളതാണ്. അത് സാധാരണ നിലയിലുള്ള ഒരു തിരുത്തലല്ല, സംഘടനാപരമായും ഒപ്പം തന്നെ നേതാക്കളുടെ പ്രവർത്തന രീതിയിൽ ഉൾപ്പെടെ മാറ്റം വരുത്താനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും ഉള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് MV ഗോവിന്ദൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെ നിലവിൽ LDF കൺവീനറെ മാറ്റാനുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നുണ്ട്. ഒരുപക്ഷെ LDF കൺവീനറായി P രാജീവ് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം P രാജീവിനെ പോലെ ഒരു നേതാവിനെ പ്രധാന പദവിയിലേക്ക് എത്തിക്കുക സംസ്ഥാന സർക്കാരുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ കുറച്ചുകൂടി ചടുലമായി ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവിലേക്ക് പോവുക എന്ന ആലോചന CPMൽ നിലവിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് നേരത്തെ തന്നെ വലിയ തരത്തിൽ CPMനകത്ത് തന്നെ ഉയർന്ന വികാരം എന്ന് പറയുന്നത് അത് സംസ്ഥാന സെക്രട്ടറി മാറണം, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാകണം എന്നുള്ള ചർച്ചയൊക്കെ നടന്നിരുന്നു. ഇക്കാര്യത്തിൽ പക്ഷേ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് കടക്കുമോ എന്നറിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തിലാണ് സാധാരണ സെക്രട്ടറിയെ ഉൾപ്പെടെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ താൻ മാറി നിൽക്കുകയാണ് എന്നറിയിക്കുകയും കോടിയേരി ബാലകൃഷ്ണനെ മാറ്റി പകരം ചുമതല നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സ്ഥിരമായി ഒരു സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് അത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷമാണ്. എന്തായാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെയും സെക്രട്ടറിയുടെയും ഉൾപ്പെടെ കാര്യത്തിൽ ഉള്ള ഒരു തിരുത്തൽ വേണോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. പ്രധാനമായും സംസ്ഥാന കമ്മിറ്റിയിലും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മാറ്റം വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. പ്രാതിനിധ്യം ഇല്ലാത്ത ജില്ലകളിൽ നിന്നുകൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ആളുകളെ എത്തിക്കാനുള്ളൊരു ആലോചന കൂടി CPM നടത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.